ദിലീപിനെ പുറത്തേക്ക് എത്തിക്കുന്നു. നിർണായകമായ ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ജനങ്ങൾ കൂക്കി വിളിക്കുന്നുണ്ട്. ജനങ്ങൾ ആക്രോശത്തോടു കൂടിയാണ് ഈ ഘട്ടത്തിലും അങ്കമാലി കോടതിയിൽ ഇന്നും കണ്ടത്. തീർച്ചയായും ദൃശ്യങ്ങൾ നല്ലവണ്ണം കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ ദിലീപ് ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്കെത്തുകയാണ്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് ദിലീപിനെ വിട്ടു എന്ന നിർണായകമായ വിവരം തന്നെയാണ് അങ്കമാലിയുടെ കോടതി മുറിയിൽ നിന്നും ഇപ്പോൾ നമുക്ക് പറയാനാകുന്നത്. ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ദിലീപ് മുമ്പോട്ട് വെച്ചത് തൻ്റെ അവകാശം നിഷേധിക്കുന്നു, തൻ്റെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. വിശ്വാസയോഗ്യമല്ലാത്ത ഒരു പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് ഇത്യാദി വാദങ്ങളാണ് നിരത്തിയത്. പക്ഷേ പോലീസിന്റെ പക്കൽ അതിനെതിരെ നിരത്താവുന്ന സുപ്രധാനമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ദിലീപിന്റെ ഫോൺ വിളികൾ, ദിലീപുമായി ബന്ധപ്പെട്ടവരുടെ ഫോൺ വിളികൾ, പൾസർ സുനിയുമായുള്ളത്, പൾസർ സുനിയെയും പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണുവുമായുള്ള അപ്പുണ്ണിയുടെയും ദിലീപിന്റെയും ഒക്കെ ഫോൺ വിളികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 2 കോടി ആവശ്യപ്പെട്ടു എന്ന ബ്ലാക്ക് മെയിലിംഗ് കത്തിൽ 2 കോടി ആവശ്യപ്പെട്ടു എന്ന ദിലീപിന്റെ പരാതി, ഒരുപക്ഷെ 2 കോടി ആവശ്യപ്പെട്ടത് എവിടെ നിന്നാണ് എന്ന ചോദ്യത്തിന് ദിലീപിന് കൃത്യമായി ഉത്തരം നൽകാനാകാത്തത്, ഇങ്ങനെ വസ്തുതാപരമായ സാഹചര്യ തെളിവുകളടക്കം ദിലീപിനെതിരെ സംസാരിക്കുന്ന 19 തെളിവുകളാണ് കോടതിയിൽ പോലീസ് ഈ ഘട്ടത്തിൽ നിരത്തുന്നത്. ഇതൊക്കെ ദിലീപിന്റെ വാദങ്ങളെയും അവകാശങ്ങളെയും മറികടക്കാൻ പര്യാപ്തമാണ് എന്ന് നിയമത്തിനും കോടതിക്കും ബോധ്യമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പുറത്തു നിന്നും വായിച്ചെടുക്കേണ്ടത്. ദിൽജിത്തിലേക്ക് തന്നെ പോയാൽ, ദിൽജിത്ത്, ഇനി പോലീസ് കസ്റ്റഡിയിൽ തെളിവെടുക്കും. കയ്യിൽ വിലങ്ങ് വെച്ച് ഗൂഢാലോചന നടന്ന മുറികളിലടക്കം കൊണ്ടുപോയി തെളിവെടുക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ സുപ്രധാനമായ ദൃശ്യങ്ങൾ കൂടി ഇനി കേരളം കാണേണ്ടതുണ്ട്. ഇന്ന് കോടതി മുറിയിലെ സംഭവ വികാസങ്ങൾ ഒന്ന് ക്രോഡീകരിച്ചാൽ, ഒപ്പം ജനങ്ങൾ ഇന്നും ഞങ്ങൾ ദൃശ്യങ്ങളിൽ കാണുകയാണ് ദിൽജിത്ത്, പോലീസ് വാനിലേക്ക് കൊണ്ടുപോകുന്ന ദിലീപിനെ ഇന്നും കൂക്കി വിളിച്ചാണ് ജനങ്ങൾ, ആക്രോശത്തോടു കൂടി കൂക്കി വിളിച്ചാണ് ഇന്നും വരവേറ്റത്. അതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ ദിൽജിത്ത്. തീർച്ചയായും ഇത്തരത്തിൽ വലിയ രീതിയിൽ ദിലീപ് പുറത്തിറങ്ങുമ്പോൾ പോലും ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കൂക്കുവിളി ഓടുകൂടി തന്നെയാണ് ജനം ദിലീപിനെ സ്വീകരിക്കുന്നത്. കോടതിക്കുള്ളിലേക്ക് കയറിയപ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രോശങ്ങളും പ്രതിഷേധങ്ങളും ദിലീപിന് നേരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദിലീപ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സമാന രീതിയിൽ തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണം. ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കോടതി വരാന്തയിലേക്ക് തള്ളിക്കയറാനുള്ളൊരു ശ്രമം വലിയ രീതിയിൽ ഉണ്ടായി. മാധ്യമപ്രവർത്തകരെ കൂടി തട്ടിമറിച്ച് അകത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമം ഉണ്ടായപ്പോൾ അകത്ത് നിന്ന് പോലീസുകാരുടെ വലിയ രീതിയിലുള്ളൊരു ഉണ്ടും തള്ളലിലേക്കും കാര്യങ്ങൾ എത്തി സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. എന്നാൽ കൂടുതൽ പോലീസുകാർ എത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതായാലും ഇപ്പോൾ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിട്ടില്ല, അതിൽ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ മാത്രം പരിഗണിച്ച് ഇന്നത്തെ നടപടികൾ പൂർത്തിയാക്കി ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ 2 ദിവസത്തേക്കാണ് ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സംഭവങ്ങളും അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ദിലീപിൻ്റെ സഹോദരൻ അനൂപ്, അതോടൊപ്പം ദിലീപിൻ്റെ സുഹൃത്തും സംവിധായകനുമായ നാദിർ ഷാ, ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണി എന്നിവരെ ചോദ്യം ചെയ്യുകയും അവരുടെ പങ്ക് വ്യക്തമാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് ദിലീപിൽ നിന്ന് തന്നെ ഇതുമായി സംബന്ധിച്ച മൊഴികൾ ശേഖരിക്കുക, ചോദ്യം ചെയ്യുന്നതിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ഒരു സാങ്കേതികത്വത്തിലേക്കാണ് പോലീസ് പോകുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. 2013 മുതൽ 2016 നവംബർ മാസം വരെ നടന്നിട്ടുള്ള ഗൂഢാലോചന. ആ ഗൂഢാലോചനയുടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, ദിലീപിനെ ഈ സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നൊരു ഘട്ടം കൂടി നിലനിൽക്കുന്നുണ്ട്. 3 ദിവസത്തെ 3 ദിവസത്തെ കസ്റ്റഡിക്കാണ് അപേക്ഷ നൽകിയതെങ്കിലും 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം ദിലീപിൻ്റെ
രാംകുമാർ പുറത്തേക്ക് വരികയും കോടതിക്കുള്ളിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിൽ 2 ദിവസം കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള തീരുമാനമായി. ദിലീപിനെ കസ്റ്റഡിയിലായ ദിലീപുമായി ഇപ്പോൾ ഇവിടെ നിന്ന് പോലീസ് സംഘം പുറത്തേക്ക് പോവുകയും ചെയ്തു. പുറത്തേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ജനരോഷം തന്നെയാണ് ഉണ്ടായത്. അല്പസമയത്തിനകം ദിലീപിൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാംകുമാർ പുറത്തേക്ക് വന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹം നടത്തുമെന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അഡ്വക്കേറ്റ് രാംകുമാർ ഇന്ന് എന്തൊക്കെ വാദങ്ങളാണ് ദിലീപിന് വേണ്ടി നിരത്തിയത് എന്നതടക്കം അറിയേണ്ടതുണ്ട്. കൃത്യമായി ജാമ്യ ഹർജിയുടെ കാര്യം പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയാണോ? ജാമ്യ ഹർജിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ ലഭ്യമാക്കാൻ സാധിക്കില്ലേ ദിൽജിത്ത്? ജാമ്യ ഹർജി ശരിക്കും കോടതി പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. കോടതി ആ കാര്യത്തിലൊരു വാദം കേൾക്കാൻ ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിട്ടില്ല. ജാമ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. നിലവിൽ ഈ കസ്റ്റഡിയിൽ മേലുള്ള നടപടികൾ പൂർത്തിയാക്കി ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ വേഗം തന്നെ തീർത്തു. പ്രത്യേകിച്ച് 2 ദിവസത്തേക്കാണ് ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ട് നൽകിയത്. അതുകൊണ്ട് തന്നെ ദിലീപിനെ എത്രയും വേഗം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും മറ്റ് ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും കടക്കാനുള്ള ഒരു നടപടികളിലേക്ക് പോലീസിനും കടക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം നടപടികൾ പൂർത്തീകരിച്ച് കസ്റ്റഡിയിൽ വിട്ടു നൽകി ദിലീപുമായി ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ ദിലീപിനെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു ജനരോഷം ഉണ്ടായി. കൂക്കിവിളികളോടുകൂടി തന്നെയാണ് ദിലീപിനെ ആളുകൾ നേരിട്ടത്. തുടർന്ന് വലിയ കനത്ത സുരക്ഷയോടുകൂടി തന്നെ പോലീസ് സുരക്ഷയിൽ ദിലീപിനെ പോലീസ് വാഹനത്തിൽ കയറ്റി തീർച്ചയായും കോടതി മുറിയിലെ വിവരങ്ങളാണ് ദിൽജിത്ത് ഇപ്പോൾ നൽകി വന്നത്. ഏതായാലും ദിലീപിനെ കസ്റ്റഡിയിലേക്ക് 2 ദിവസത്തെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് കോടതി. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയില്ല കോടതി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളായി പുറത്തെത്തുന്നത്. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നുവെന്നും സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ദുർബലമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, വിശ്വാസയോഗ്യമല്ലാത്ത മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നതൊക്കെയുള്ള വാദങ്ങളാണ് ദിലീപ് മുമ്പോട്ട് വെച്ചത്. പക്ഷേ ദിലീപിൻ്റെ വാദങ്ങളെ മറികടക്കുന്ന ഇപ്പോൾ ദിലീപ് പോലീസ് ക്ലബിലേക്ക് ദിലീപിനെ കൊണ്ടുപോയിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ട സാഹചര്യത്തിൽ ആ 13 മണിക്കൂർ ചോദ്യം ചെയ്ത ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, ആ 13 മണിക്കൂർ ഒരുപക്ഷെ കേരളം ഞെട്ടിത്തെറിച്ചിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. 13 മണിക്കൂർ നാദിർ ഷായെയും ദിലീപിനെയും മറിച്ചും തിരിച്ചും അന്വേഷണ സംഘം ചോദ്യം ചെയ്തതും നിർണായകമായ വിവരങ്ങൾ അവരുടെ കേസ് ഡയറികളിലേക്ക് ക്രോഡീകരിക്കാനാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചതും ഒക്കെ ആ ഘട്ടത്തിലാണ്. അതേ പോലീസ് ക്ലബിലേക്ക് തന്നെയാണോ ഇപ്പോൾ ദിലീപിനെ കൊണ്ടുപോകുന്നത് അങ്കമാലി കോടതിയിൽ നിന്നും? അജിംഷാദ്, തീർച്ചയായും അങ്ങോട്ടേക്ക് തന്നെയാണ് ദിലീപിനെ കൊണ്ടുവരുന്നത്. നേരത്തെ 13 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയനാവേണ്ടി വന്ന അതേ സ്ഥലത്ത് തന്നെ അതേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ദിലീപിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇത് മുൻപ് ചോദ്യം ചെയ്ത പോലെയല്ല, 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലായിരിക്കും ഈ പോലീസ് ക്ലബിൽ ഉണ്ടാവുക. ഗൂഢാലോചനയിലെ പങ്ക് ദിലീപിന്റെ വ്യക്തമായതാണ്. എന്നാൽ ഈ ഗൂഢാലോചനയിൽ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റ് ബാക്കി വിവരങ്ങൾ കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ദിലീപിനെ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ അങ്കമാലി കോടതിയിൽ നിന്ന് ദിലീപിനെ വഹിച്ചുള്ള പോലീസ് വാഹനം ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ചേരും. തുടർന്ന് 2 ദിവസം നീണ്ട ചോദ്യം ചെയ്യലാണ്. ഈ ചോദ്യം ചെയ്യലിനിടെ തെളിവെടുപ്പ് ആവശ്യമാണെങ്കിൽ തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. പരിമിതമായ ദിവസങ്ങൾ മാത്രമാണുള്ളത്. 3 ദിവസത്തേക്ക് ചോദിച്ചെങ്കിലും 2 ദിവസമാണ് പോലീസിന് കിട്ടിയത്. ഈ പരിമിതമായ ദിവസങ്ങളിൽ പരമാവധി വിവരങ്ങൾ നടനിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇത് കൂടാതെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ഈ കേരളത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ അടുത്ത ജില്ലയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പരമാവധി വേഗം പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒന്ന്, എറണാകുളത്തെ ഒരു ഹോട്ടലിൽ
വെച്ചാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് പറയുകയുണ്ടായിരുന്നു. MG റോഡിലെ ഹോട്ടലിൽ 410 മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടത്തിയത്. അപ്പോൾ അവിടേക്ക് എന്തായാലും തെളിവെടുപ്പിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതുകൂടാതെ എറണാകുളത്ത് തന്നെയുള്ള തോപ്പുംപടി സ്വിഫ്റ്റ് ജംഗ്ഷനിൽ വെച്ചും ഇവർ പൾസർ സിനിമയുമായി കൂടിക്കാഴ്ച നടത്തിയതായുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് ദിലീപിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതുകൂടാതെ മറ്റ് തൃശൂർ ജില്ലയിലെ 2 സ്ഥലങ്ങളിലും ദിലീപ് പൾസർ സിനിമയുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള വിവരം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടേക്കും ദിലീപിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നാൽ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ എവിടെയെല്ലാം എത്തിക്കാനാകും എന്ന് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ പറയാനാവില്ല. എന്തായാലും ഇപ്പോൾ ഇനിയുള്ള ചോദ്യം ചെയ്യലുകൾ വളരെ നിർണായകമാണ്. കാരണം ദിലീപ് കൂടാതെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്ന് അറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങളുടെ മുന പലരിലേക്കും നീണ്ടിട്ടുണ്ട്. അതായത് നാദിർ ഷാ, അപ്പുണ്ണി തുടങ്ങിയ പല ആളുകളും ദിലീപുമായി അടുത്തു നിൽക്കുന്ന വിവിധ ആളുകളുണ്ട്. ഇവരെല്ലാം ഇതിൽ പ്രതിയാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ദിലീപിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് നമുക്കറിയാൻ കഴിയുക. അന്വേഷണ സംഘം ദിലീപിനെ ഈ പറയുന്നവരെയെല്ലാം നാദിർ ഷായെയും അപ്പുണ്ണിയെയും ഒരുപക്ഷെ ദിലീപിന്റെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തേടുന്നത്. അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ സാന്നിധ്യത്തിൽ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ, ഇവർക്കെതിരെ തെളിവുകൾ ശക്തമാവുകയാണെങ്കിൽ അവരെയും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയിലേക്ക് കൂടി നീളുന്നു. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഈ വരും മണിക്കൂറുകൾ. ഈ നിമിഷങ്ങളിലാണ് ദിലീപ് മറ്റാരെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന് ഈ ദിവസങ്ങളിൽ തന്നെയാണ്. ഈ 2 ദിവസങ്ങൾ കൊണ്ട് ഏതെല്ലാം നടപടികൾ പൂർത്തിയാകും എന്ന് ഇപ്പോൾ പറയാനാവില്ല. എന്തായാലും ദിലീപിനെ ഇവിടെ എത്തിച്ച ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ദിലീപിനെ ചോദ്യം ചെയ്യും. നിലവിൽ റൂറൽ SP AV ജോർജ് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. റൂറൽ SP യുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യുക. ഒരുപക്ഷെ ADGPയും ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ADGPയുടെ നേതൃത്വത്തിലും നിർണായകമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബിലേക്ക് ദിലീപിനെയും വഹിച്ചുള്ള വാഹനം എത്തിച്ചേരും. അജിംഷാദ്, തീർച്ചയായും നിർണായകമായ ആ ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ കേരളത്തിന് ഇനി അറിയേണ്ടത് ദിലീപിൽ മാത്രം നിൽക്കുന്നതായിരുന്നോ ഈ ഗൂഢാലോചന? ദിലീപിനൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? അത് എത്ര കണ്ട് പ്രമുഖരാണ്? അല്ലെങ്കിൽ നാദിർ ഷാ അടക്കമുള്ള ദിലീപിൻ്റെ കൂട്ടുകാരായിട്ടുള്ള വ്യക്തികളാണോ ഇനി അറസ്റ്റിലാകാനുള്ളത്? ഒരുപാട് അഭ്യൂഹങ്ങളും ഒരുപാട് കാര്യങ്ങളുമാണ് പുറത്തെത്തുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിൽ, ഇന്ന് കോടതി അനുവദിച്ച 2 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഈ കാര്യങ്ങളൊക്കെ കല്ലും നെല്ലും തിരിക്കാൻ പോലീസിനും അന്വേഷണ സംഘത്തിനുമാകും എന്നാണോ പ്രതീക്ഷ, ഉമേഷ്? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ. കാരണം നേരത്തെ 13 മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്രയും നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതുകൂടാതെ പൾസർ സിനിമയെയും ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ദിലീപുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. ഈ ചോദ്യം ചെയ്യൽ ഒരു ദിവസമാണെങ്കിൽ പോലും അതിൽ നിന്നും പ്രധാനപ്പെട്ട വിവരങ്ങൾ എടുത്ത ഒരു ചരിത്രം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസം കൊണ്ട് പരമാവധി വിവരങ്ങൾ ദിലീപിൽ നിന്ന് അറിയാനാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പ്രത്യേകിച്ചും നാദിർ ഷായും അപ്പുണ്ണിയും അടക്കം ഈ പൾസർ സിനിമയുമായി ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാദിർ ഷാ അടക്കം പ്രതിയാകുമോ എന്നുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ പൾസർ സിനിമയുടെ സഹതടവുകാരായിരുന്ന പലർക്കും ഈ ദിലീപിന്റെ മാനേജറായ അപ്പുണ്ണിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഒരു സുനിയുടെ ഒരു സഹതടവുകാരനായിരുന്ന വിഷ്ണു അപ്പുണ്ണിയെയും ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും നേരിട്ട് കണ്ടതിന്റെ തെളിവടക്കം അന്വേഷണ സംഘത്തിന്റെ കൈവശം ഉണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നാദിർ ഷായും വിഷ്ണു അപ്പുണ്ണിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏലൂരിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന് അറിവായിട്ടുണ്ട്. ഇതുകൂടാതെ ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും ഈ വിഷ്ണു നേരിട്ട് കണ്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ദിലീപിന്റെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. ആ സാഹചര്യത്തിൽ ഏറെ നിർണായകമാണ് ഇനിയുള്ള ഈ നിർണായകമായ ചോദ്യം ചെയ്യൽ. അതിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ എല്ലാം അന്വേഷണ സംഘത്തിന് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നമുക്ക് ദിലീപിൻ്റെ പതനം എല്ലാ അർത്ഥത്തിലും സാധ്യമായിരിക്കുന്നു. അത്രയേറെ നിർണായകമായ തെളിവുകളാണ് അന്വേഷണ സംഘം ദിലീപിനെതിരെ നിരത്തിയിരിക്കുന്നത്. ദിലീപിൻ്റെ വാദങ്ങളെ ഒക്കെ അപ്രസക്തമാക്കുന്ന അല്ലെങ്കിൽ മറികടക്കാനാകുന്ന നിർണായകമായ വിവരങ്ങളാണ് ഇതിനകം തന്നെ 19 പോയിന്റുകളിട്ട് പോലീസിന് മുമ്പോട്ട് വെക്കാനായത്. പക്ഷേ ഇതിനപ്പുറത്തേക്കും തെളിവുകൾ വേണം. പഴുതടച്ചുള്ള ഒരു സംവിധാനത്തിലേക്ക് മുമ്പോട്ട് പോകണം. സ്വാധീന സമ്പന്നരായ പ്രതികൾ
ഒരു പക്ഷേ ഇടപെടാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ മുൻനിർത്തിയുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ഒരു പക്ഷേ നിർണായകമായി എത്തുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് ദിലീപിനെ വിടുമ്പോൾ നിർണായകമായ അതേ അന്വേഷണ സംഘത്തിൻ്റെ അതേ സ്ഥലത്ത് ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് നിർണായകമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ 2 ദിവസം കൊണ്ട് നിർണായകമായ പല വിവരങ്ങളും ദിലീപിൽ നിന്നും ചോർത്തിയെടുക്കാനുമാകും. ഒരുപക്ഷെ ഉമേഷ്, ആദ്യം കണ്ട ഒരു ആത്മവിശ്വാസം ദിലീപിൻ്റെ ശരീരഭാഷകളിൽ വായിച്ചെടുക്കാനാകുന്നില്ല. അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ കാല് പിടിച്ച് കരഞ്ഞു എന്നും മകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വൈകാരികമായി പൊട്ടിക്കരഞ്ഞു എന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ദിലീപുമായി ബന്ധപ്പെട്ട് ആ അടഞ്ഞ മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്കെത്തുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ അത് ആധികാരികമല്ലായിരിക്കാം, സത്യമാണോ എന്നുള്ളത് കാര്യവും ആധികാരികമായി പറയാനാകില്ല. പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിലീപ് ആ 13 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷവും അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യാനായി പോകുന്ന ഘട്ടത്തിലുമൊക്കെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ മാധ്യമ വിചാരണകൾക്ക് നിന്നുകൊടുക്കില്ല താൻ എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു ദിലീപ് പോയത്. പക്ഷേ ആ ശരീരഭാഷയിലെ ആത്മവിശ്വാസം ഇന്ന് കാണുന്നില്ല. ഒരുപക്ഷെ ദിലീപ് അക്ഷരാർത്ഥത്തിൽ പതറിയിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഓരോ കരുക്കൾക്ക് മുമ്പിലും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഉമേഷ്, അജിംഷാദ്, അങ്ങനെയാണ്. കാരണം ഈ ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അല്ലെങ്കിൽ എപ്പോഴെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മുഖവും ശരീരഭാഷയും എല്ലാം തന്നെ ആയിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇതിൽ മാറ്റം വരാൻ തുടങ്ങി. ദിലീപ് പലപ്പോഴും പല അവസരങ്ങളിലും പതറിപ്പോയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ നോക്കാൻ ദിലീപ് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇതൊന്നും ഉണ്ടായില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അഭിനയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ഈ 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ തന്നെ ദിലീപ് അന്വേഷണ സംഘത്തിന് മുന്നിൽ പലപ്പോഴും മൗനം അവലംബിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പല ചോദ്യങ്ങൾക്കും ഉത്തരം മുട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതുകൂടാതെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത ദിവസം വൈകിട്ട് 6:30ക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ അന്ന് രാവിലെ തന്നെ ദിലീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ ഒരു കസ്റ്റഡിയിലെടുത്ത് വൈകുന്നേരം വരെയുള്ള ചോദ്യം ചെയ്യലാണ് ഇതിൽ ഏറെ നിർണായകമായത്. ഈ ചോദ്യം ചെയ്യലിലാണ് പല കാര്യങ്ങൾക്കും ദിലീപിനെ ഉത്തരം മുട്ടുകയും പ്രത്യേകിച്ച് മകളെയും മറ്റ് ബന്ധുക്കളെയും കാണണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഏറെ വൈകാരികമായി ഒരു ഘട്ടത്തിൽ കരയുക തന്നെ ചെയ്തു എന്നുള്ള വാർത്തയും ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായി അവർ പുറത്തു പറയുന്നെങ്കിൽ കൂടി അതെല്ലാം ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്ന പല സൂചനകളും പുറത്തു വന്നിരുന്നു. ദിലീപ് പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ദിലീപിന് ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യം, പ്രത്യേകിച്ച് ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിലും മറ്റുമൊക്കെയാണ് ദിലീപിനെ ചോദ്യം ചെയ്തിരുന്നത്. മാത്രമല്ല, ഈ ദിലീപ് പരാതി കൊടുക്കാൻ വൈകിയ കാരണങ്ങളടക്കം ചോദിക്കുമ്പോൾ പോലും ദിലീപിന് പലപ്പോഴും ഉത്തരമുണ്ടായില്ല. വേറൊരു കാര്യം അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നത്, ദിലീപ് ഒരുപക്ഷെ പ്രതിയല്ല, ഈ കേസിൽ പ്രതിയല്ലായിരുന്നെങ്കിൽ ഈ 13 മണിക്കൂർ ചോദ്യം ചെയ്യലിനെ തന്നെ ദിലീപ് എതിർക്കുമായിരുന്നു, പ്രതിഷേധിക്കുമായിരുന്നു എന്ന് അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ദിലീപ് പലപ്പോഴും ഉത്തരമില്ലാതെ മൗനിയായി ഇരിക്കുകയും ഈ ചോദ്യം ചെയ്യലിന് മുന്നിൽ നിസ്സഹായനായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ പ്രതിയല്ലാത്ത ഒരാൾക്ക് ഇതിൽ പ്രതിഷേധിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകുമായിരുന്നു. കുറഞ്ഞത് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ വരുന്ന അവസരങ്ങളിലെങ്കിലും ദിലീപിന് അക്കാര്യം സൂചനയെങ്കിലും തരാമായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ അന്നത്തെ ദിവസം കാണാൻ കഴിഞ്ഞില്ല. തീർത്തും മൗനിയായി നിസ്സഹായനായി കുരുക്കിൽ അകപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രതിയുടെ മുഖഭാവം തന്നെയാണ് ദിലീപിന് ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ അന്വേഷണ സംഘം ഈ ദിലീപിന്റെ ശരീരഭാഷ ഉൾപ്പെടെ അന്വേഷണ സംഘം നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം തന്നെ ദിലീപ് തന്നെയാണ് പ്രതി എന്ന് ഉറപ്പിക്കുന്നതിന് ഒരു കാരണമായതായി നമുക്ക് കണക്ക് കൂട്ടാം. എന്തായാലും പ്രതിയാണ് എന്നതിന് തെളിയിക്കുന്ന 19 തെളിവുകൾ, നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ 19 വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ തന്നെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല 9 വകുപ്പുകൾ, കൂട്ടമാനഭംഗം അടക്കം 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ കിട്ടാവുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ അടക്കം ചുമത്തി തന്നെയാണ് വളരെ ശക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദിലീപിന് റിമാൻഡ് റിപ്പോർട്ടും ഇന്നലെ കോടതിക്ക് കൈമാറിയത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇനി ചോദ്യം ചെയ്യൽ നിർണായകമാണ് എന്ന് കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളതും. പ്രോസിക്യൂഷൻ വാദമനുസരിച്ച് 2 ദിവസത്തേക്ക് ഇപ്പോൾ ദിലീപിനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് ദിലീപിന്റെ പങ്ക് വ്യക്തമായിരിക്കുന്നു. ദിലീപ് പോയ സ്ഥലങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിൽ അന്വേഷണ സംഘത്തിന് തെളിവെടുക്കേണ്ടതുണ്ട്. ഈ തെളിവെടുപ്പ് അവിടേക്ക് കൊണ്ടുചെന്ന് ഈ കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടത്തുമോ എന്നറിയില്ല. എങ്കിൽ തന്നെയും അവിടേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്.
മാത്രമല്ല മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരവും ദിലീപിൽ നിന്ന് ഈ 2 ദിവസത്തിനകം ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതായത് ഇന്ന് കോടതി മുറിയിൽ ഉമേഷ്, അതായത് ഇന്ന് കോടതി മുറിയിൽ 2 ദിവസത്തെ കസ്റ്റഡിയിലേക്ക്, പോലീസ് കസ്റ്റഡിയിലേക്ക് ദിലീപിനെ വിടുന്നു. 1. 2, രണ്ടാമത്തെ ഘട്ടം ജാമ്യ ഹർജിയായിരുന്നു ദിലീപിൻ്റേത്. തൻ്റെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. ദുർബലനായ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമല്ലാത്ത പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അത് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത്യാദി വാദങ്ങൾ നിരത്തിയുള്ള ജാമ്യ ഹർജിയെ സംബന്ധിച്ച് ഒരുപക്ഷെ അഡ്വക്കേറ്റ് രാംകുമാറിനെ ദിലീപിനെ കൊണ്ടുപോയതിനു ശേഷവും രാംകുമാറിനെ കോടതി മുറിക്ക് പുറത്തേക്ക് കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ജാമ്യ ഹർജിയിൽ ഇപ്പോഴും വാദം തുടരുകയാകും. തീർച്ചയായും വാദം തുടരുകയാവാൻ തന്നെയാണ് സാധ്യത. അത് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കോടതിക്കകത്ത്, കോടതി മുറിയിലേക്ക് ഇന്നും ആരെയും പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തു തന്നെയായാലും ഒരുപക്ഷെ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ദിലീപിന്റെ തീരുമാനം. ഹൈക്കോടതിയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇനി ജാമ്യാപേക്ഷ സമർപ്പിക്കുക. ഇത്തരം വാദമുഖങ്ങൾ തന്നെയാണ് ഈ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോൾ അവർ ഉയർത്തിയത്. എങ്കിൽ തന്നെയും പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകളാണ് നിരത്തിയിട്ടുള്ളത്. ശക്തമായി എതിർക്കുകയാണ് ഈ ജാമ്യാപേക്ഷയെ. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല. ഈ അങ്കമാലി കോടതി തള്ളുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് അറിയുന്നത്. എന്തായിരുന്നാലും സല്ലാപത്തിലൂടെയും ഈ പുഴയും കടന്നിലൂടെയും ഒക്കെ അടുത്ത വീട്ടിലെ പയ്യൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും ജനകീയനായി വളർന്ന ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ദിലീപ്. ആ ദിലീപിനെ അതേ കണക്ക് ദിലീപിൻ്റെ ചിത്രങ്ങൾ റിലീസാകുമ്പോൾ കൈയടിച്ചിരുന്ന അതേ ജനം തന്നെ കൂക്കി വിളിച്ചാണ് ഇന്ന് ദിലീപിനെ കോടതി മുറിയിൽ നിന്നും കൊണ്ടുപോകുന്ന ഘട്ടത്തിലും വിവിധ ഘട്ടങ്ങളിലും ദിലീപിനെ പുറത്ത് കണ്ടപ്പോഴൊക്കെ ജനം ആക്രോശിച്ചത്, ജനം കൂക്കി വിളിച്ചത്. ഒപ്പം പോലീസിനെയും സർക്കാരിനെയും ഒക്കെ ശ്ലാഘിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും കേട്ടു. ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നോ ഉമേഷ്? വിവരം ആലുവ പോലീസ് ക്ലബിൽ ദിലീപിനെയും വഹിച്ചുള്ള വാഹനം എത്തിയിരിക്കുന്നു. തീർച്ചയായും കോടതി നടപടികൾ പൂർത്തിയാക്കി ദിലീപിനെ ഇപ്പോൾ ആലുവ ക്ലബിൽ എത്തിച്ചിട്ടുണ്ട്. ഈ പോലീസ് വാഹനം ഇപ്പോൾ ഈ ആലുവ പോലീസ് ക്ലബിന്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നേരെ പോലീസ് ക്ലബിനകത്തേക്ക് വാഹനം കയറ്റിയിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ചോദ്യം ചെയ്യലുകളായിരിക്കും ഈ വരും മണിക്കൂറുകളിൽ ഉണ്ടാവുക. പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ച് എസ്.പിയും റൂറൽ എസ്.പിയും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ അകത്ത് ഉണ്ട്. ഒരുപക്ഷെ ADGPയും വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ദിലീപിനെ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ വിവരം. തീർച്ചയായും ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ചിരിക്കുന്നു. അതേ പഴയ ആലുവ പോലീസ് ക്ലബ്ബ് ഇന്ന് 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ട സാഹചര്യത്തിൽ പോലീസ് 1 മിനിറ്റ് പോലും പാഴാക്കാതെ ദിലീപിനെ പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യുകയും അതിന്റെ നിർണായക വിവരങ്ങൾ പരമാവധി ചോർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ചിരിക്കുന്നു. തീർച്ചയായും ജാമ്യാപേക്ഷയിൽ വിധി നാളെ മാത്രമേ ഉണ്ടാകൂ എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി കോടതി മുറിക്കുള്ളിൽ നിന്നും പുറത്തെത്തുകയാണ്. ജാമ്യാപേക്ഷയിൽ ഏതാണ്ട് വാദം തുടരുന്ന ഘട്ടത്തിൽ ദിലീപ് ഉന്നയിച്ചിരുന്ന അവകാശവാദങ്ങൾ ഇതൊക്കെയായിരുന്നു. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് അറസ്റ്റ്, വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്, ഇത്യാദി വാദങ്ങളായിരുന്നു ദിലീപ് നിരത്തിയിരുന്നത്. പക്ഷേ ജാമ്യ ഹർജിയിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ മാത്രമേ ഇനി വിധി ഉണ്ടാകൂ എന്ന രീതിയിലേക്കാണ് കോടതിയിൽ നിന്നും ഏറ്റവും പുതിയ വാർത്തകൾ എത്തുന്നത്. ഉമേഷ്, കോടതി മുറിയിൽ നിന്നും ആ വാർത്തകൾ എത്തുമ്പോൾ ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ആലുവ പോലീസ് ക്ലബിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ADGP സന്ധ്യ, ഒപ്പം ദിനേന്ദ്ര കശ്യപ്, AV ജോർജ് അടക്കമുള്ള പഴയ അന്വേഷണ സംഘത്തിലെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും ഉണ്ടോ ഇന്നത്തെ ചോദ്യം ചെയ്യലിലും ഇന്നത്തെ തെളിവ് ശേഖരിക്കലിലും? ഉമേഷ്, തീർച്ചയായും ആലുവ പോലീസ് ക്ലബിലെത്തി 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ അങ്കമാലി കോടതി വിട്ട സാഹചര്യത്തിൽ ദിലീപ് 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ അങ്കമാലി കോടതി വിട്ട സാഹചര്യത്തിൽ ദിലീപ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ്. ആലുവ പോലീസ് ക്ലബിലെത്തിച്ച ദിലീപിനെ ഇനി ചോദ്യം ചെയ്യൽ എന്ന നിർണായകമായ
പോലീസിൻ്റെ ഒരുപക്ഷെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ദിലീപിനെതിരെ ചുമത്താനായതും ശേഖരിക്കാനായതും ക്രോഡീകരിക്കാനായതുമായ തെളിവിൻ്റെ വ്യാപ്തി കൂട്ടുക, ഒന്ന്. രണ്ട്, പുതിയ പുതിയ തെളിവുകളും പുതിയ പുതിയ ബന്ധങ്ങളും ഇതിനെ സ്ഥിരീകരിക്കുന്നത് ഒരുപക്ഷെ കോടതി മുറിക്കുള്ളിൽ ഭാവിയിൽ സ്ഥിരീകരിക്കാൻ ഉതകുന്ന വിധത്തിൽ, ഈ ക്രൈം സ്ഥിരീകരിക്കാൻ ഉതകുന്ന വിധത്തിൽ, ഒപ്പം ഈ ഗൂഢാലോചന സ്ഥിരീകരിക്കാൻ ഉതകുന്ന വിധത്തിൽ, ഈ ഗൂഢാലോചനയുടെ ദിലീപിൻ്റെ പങ്ക് കൂടുതൽ സുവ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒപ്പം ദിലീപുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കോണുകളാണ് ഇതിന് സഹായവും കൂട്ടുനിന്നത് അവരെ കൊടുക്കാനായി അങ്ങനെ സമഗ്രമായ അന്വേഷണം പൾസർ സുനിയിലോ മാർട്ടിനിലോ മാത്രമല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് ഗൂഢാലോചനയുടെ ഏറ്റവും മുതിർന്ന സ്രാവിനെ പോലും കൊടുക്കുന്ന രീതിയിലേക്ക് സമഗ്രമായി വലവിരിക്കാൻ പോലീസിന് ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ഒരുപക്ഷെ കോടതി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണ് നൽകിയിട്ടുള്ളതും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചെയ്യലിൽ രൂപപ്പെടുന്ന കാര്യങ്ങളാകും ഒരുപക്ഷെ ഭാവിയെ നിർണ്ണയിക്കുക. അങ്ങനെയാണെങ്കിൽ അറസ്റ്റിന് ശേഷമുള്ള രണ്ടാം ഘട്ടം, നിർണായകമായ രണ്ടാം ഘട്ടമാണ് പോലീസ് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഉമേഷ്, അല്ലേ? ആലുവ പോലീസ് ക്ലബിൽ അകത്ത് കയറിയോ ദിലീപ്? തീർച്ചയായും ആലുവ പോലീസ് ക്ലബിൽ വാഹനമെത്തി ദിലീപിന്റെ അകത്തേക്ക് കയറ്റി 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ, SP അടക്കമുള്ളവർ എല്ലാവരും തന്നെ ആലുവ പോലീസ് ക്ലബിൽ ഉണ്ട്. ഈ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാണ്. ഗൂഢാലോചനയിൽ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ മറ്റാരെല്ലാമാണ് ഇനി ഇതിൽ അകപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത്. ദിലീപിൽ നിന്ന് തന്നെ അന്വേഷണ സംഘത്തിനെ ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ദിലീപുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ആരോപണ വിധേയരായിരുന്നു. പ്രത്യേകിച്ച് നാദിർ ഷാ, ഇതുകൂടാതെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി അടക്കമുള്ളവർ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. അവരെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അവരെ ദിലീപിന്റെ സാന്നിധ്യത്തിലായിരിക്കും ഇവരെ രാംകുമാറിലേക്ക് ഉമേഷ് വരാം. അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക്, ദിലീപിന്റെ അഡ്വക്കേറ്റ് രാംകുമാർ ഇപ്പോൾ സംസാരിക്കുന്നു, മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പോകേണ്ടതുണ്ട്. കോടതി മുറിക്കിൽ നിന്ന് പുറത്തേക്കെത്തുന്ന അഡ്വക്കേറ്റ് രാംകുമാറിനെ ആദ്യം തന്നെ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിച്ചതാണ്. നിർണായകമായ എന്തൊക്കെ വാദങ്ങളാണ് ദിലീപിന് മുമ്പോട്ട് വെക്കാനുള്ളത്, ദിലീപുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തെത്താനുള്ളത്, ഒരുപക്ഷെ അതൊക്കെ അഡ്വക്കേറ്റ് രാംകുമാറിൽ നിന്നും ശേഖരിക്കാനാകുമെന്ന നിർണായകമായ അവസ്ഥയാണുള്ളത്. രാംകുമാറിലേക്ക് ദിലീപിന്റെ അഭിഭാഷകനിലേക്ക്. എവിടെ 2 ഡേയ്സിൽ കൂടി വേണമെന്ന് പോലീസിന് ആവശ്യപ്പെട്ടു. ഇനിയും ഈ സ്റ്റേജിൽ ഈ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ജാമ്യത്തിന് വേണ്ടി ഫയൽ ചെയ്യാം, അപേക്ഷ കൊടുക്കാം. 2 ദിവസം ശബ്ദമല്ല എങ്കിൽ പോലും തീർച്ചയായും ഇത് രാംകുമാറിൻ്റെ ശബ്ദമല്ല എങ്കിൽ പോലും ഒരുപക്ഷെ രാംകുമാറിലേക്ക് തുടർന്ന് നമുക്ക് പോകാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ്, അതായത് ഈ ആലുവ പോലീസ് ക്ലബിലെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ നിർണായകമാകും. ഇനി തെളിവെടുപ്പാണ്. അതായത് തെളിവെടുപ്പിൻ്റെ ഘട്ടത്തിൽ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് പോലെ കൈവിലങ്ങ് വെച്ച് ഗൂഢാലോചന നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു ഒരു പോലീസ് സംഘവുമായി. അങ്ങനെ ദിലീപിനെ കൊണ്ടുവരുമോ? അങ്ങനെയാണോ ഈ തെളിവെടുപ്പ് എന്ന് പറയുന്നത്? അജിംഷാദ് ദിലീപിനെയും കൊണ്ട് എന്ന് തന്നെയാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. അത് ഒരു നടനായതുകൊണ്ട് തന്നെ അറിയിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ അത് പകൽ നടക്കുമോ എന്നുള്ളൊരു സാധ്യത പ്രശ്നമാണ്. കാരണം പകൽ നിരവധി ജനക്കൂട്ടം ഉണ്ടാകും. ദിലീപ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരം ജനക്കൂട്ടത്തിനിടയിലൂടെ ചെന്ന് തെളിവെടുപ്പ് നടത്തുക സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാത്രിയിലോ മറ്റോ ആയിരിക്കും ഇത്തരം തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. കാരണം ദിലീപിനെ നേരിട്ട് കൊണ്ട് തെളിവെടുക്കണമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുള്ളത്. അത് ഈ പൾസർ സുനിയും ദിലീപും പറഞ്ഞ മൊഴിയിലുള്ള ഗൂഢാലോചന നടന്ന എറണാകുളം MG റോഡിലെ സ്വകാര്യ ഹോട്ടലിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ ഒരു ഗൂഢാലോചന നടന്ന സ്ഥലമായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തോപ്പുംപടി സ്വിഫ്റ്റ് ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തിയതായി പറയുന്നുണ്ട്. തൃശ്ശൂരിലെ ജോർജേട്ടൻ പൂരം സിനിമയുടെ ലൊക്കേഷനിൽ ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും പോകേണ്ടതുണ്ട്. ഇതുകൂടാതെ മറ്റ് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ ഒരു കാറിൽ വെച്ച് ദിലീപിന്റെ BMW കാറിൽ വെച്ച് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചിട്ടുണ്ട് എന്നും മൊഴിയുണ്ട്. മാത്രമല്ല അക്കാര്യം ആ കാറിൽ വെച്ച് സംസാരിച്ചതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പൾസർ സുനി ദിലീപിന് ജയിലിൽ വെച്ച് എഴുതിയ കത്തിലും അക്കാര്യങ്ങളെല്ലാം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടങ്ങളിലെല്ലാം നേരിട്ട് കൊണ്ടുചെന്ന് തെളിവെടുക്കണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്നാൽ ഈ 2 ദിവസത്തിനുള്ളിൽ അത് എപ്പോൾ നടക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദിലീപിനെ കൊണ്ടുചെല്ലുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വലിയ ജനക്കൂട്ടമാണ് ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ആലുവ സദ്യയിൽ നിന്ന് ഇറക്കുമ്പോഴും അങ്കമാലി കോടതിയിലേക്ക് എത്തുമ്പോഴും
എല്ലാം വലിയ ജനക്കൂട്ടമായിരുന്നു. ആ സ്ഥിതി സമാന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ ദിലീപിനെ ചോദ്യം ചെയ്യാനായി എത്തിച്ചപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ പലരും ദിലീപിനെ ഇവിടെ എത്തിച്ചു പറഞ്ഞ് ഓരോരുത്തരായി പലരും ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പകൽ സമയത്ത് ദിലീപിനെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് തെളിവെടുക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒരു പക്ഷേ രാത്രിയിലോ മറ്റോ ആയിരിക്കാം അത്തരം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. തെളിവെടുപ്പ് എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തീർച്ചയായും തെളിവെടുപ്പടക്കമുള്ള നിർണായകമായ വിവരങ്ങൾക്കാണ് ഇനി കേരളം ഒരുപക്ഷെ കാതോർക്കുക, കണ്ണു കൂർപ്പിക്കുക. ദിലീപിനെ കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. ദിലീപ് 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. നിർണായകമായ വിവരങ്ങൾ പോലീസിന് എടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ അങ്കമാലി കോടതി 2 ദിവസത്തെ കസ്റ്റഡിയിലായി പോലീസ് കസ്റ്റഡിയിലേക്ക് ദിലീപിനെ വിട്ടത്. ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി AV ജോർജ് അടക്കം, B സന്ധ്യ അടക്കം, കശ്യപ് അടക്കമുള്ള അതേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും ചോദ്യം ചെയ്യൽ നടക്കുക. ഉമേഷ്, ഇനി ഉള്ളത് ഈ പുറത്തെത്തുന്ന വിവരങ്ങൾ നോക്കിയാൽ നാദിർ ഷാ, ദിലീപിൻ്റെ സഹായി അപ്പുണ്ണി, ദിലീപിൻ്റെ സഹോദരൻ അനൂപ്, ഇവരുടെയൊക്കെ റോളുകളാണ് ഇനി ഒരു പക്ഷേ അറിയേണ്ടതുള്ളത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പൾസർ സുനിയെയും മാർട്ടിനെയും വിഷ്ണുവിനെയും ദിലീപിനെയും ഒക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്ന വാർത്തയുണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകുമോ? അതിനാണ് ഇനി സാധ്യത. ആദ്യം ഇവരെ ഇനി ഒരുമിച്ച് ഇരുത്താൻ തന്നെയാണ് സാധ്യത. അത്തരത്തിൽ ഇരുത്തി ചോദ്യം ചെയ്താലെങ്കിൽ മാത്രമേ ഇതിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരൂ എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ദിലീപിനെ ആദ്യ 1-2 മണിക്കൂറുകൾ ദിലീപിനെ ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്ത് ഇതിലൊരു വ്യക്തത വരുത്തിയ ശേഷം ഇവരെ ഉമേഷിലേക്ക് പോകാനാകുന്നില്ല. AV ജോർജ് അടക്കമുള്ള, B സന്ധ്യ അടക്കമുള്ള, കശ്യപ് അടക്കമുള്ള അതേ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയാകും ചോദ്യം ചെയ്യുക ദിലീപിനെ. ഒപ്പം നാദിർ ഷാ, കുറ്റാരോപിതർ അല്ലെങ്കിൽ അത്തരം നിഴലിൽ നിൽക്കുന്നവർ, ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ, കേന്ദ്രങ്ങൾ ഒക്കെ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നാദിർ ഷായെയും അപ്പുണ്ണിയെയും ദിലീപിൻ്റെ സഹോദരനെയും അടക്കം ദിലീപിനോടൊപ്പം ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അടക്കം ഈ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ കോടതി അനുവദിച്ച അതേ സമയത്തിൽ അല്ലെങ്കിൽ ജാമ്യ ഹർജിയുടെ പൂർണ്ണമായ വാദമോ നടപടിക്രമങ്ങളോ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടിയ ആ നിമിഷം തന്നെ ദിലീപിനെയും കൊണ്ട് ആലുവ പോലീസ് ക്ലബിലേക്കാണ് പോലീസ് പാഞ്ഞത്. തീർച്ചയായും ഓരോ നിമിഷവും പാഴാക്കാതെ കൃത്യമായി ശേഖരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെ മുമ്പിലുള്ള പ്രധാന ദൗത്യം. അതുതന്നെയാണ് ദിലീപ് വഴി സാധ്യമാക്കാനായി പോകുന്നത്. ആലുവ പോലീസ് ക്ലബിലെ നിർണായകമായ ആ ചോദ്യം ചെയ്യലാണ് ഇനി എത്ര മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യലാകും. ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിലേക്ക് ദിലീപിനെ വിട്ടിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്ത. ഒപ്പം ദിലീപിൻ്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുകയുള്ളൂ, വിധി നാളെ ഉണ്ടാവുകയുള്ളൂ എന്ന വിവരമാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾക്കൊപ്പം നൽകാനാകുന്നത്.